നമുക്കിന്ന് കോട്ടയം കേരള മീൻകറി ഉണ്ടാക്കിയാലോ? സോ ചട്ടി വെക്കുക, അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്, അതിന് മുമ്പ് കൊണ്ടുവന്നതാണ്. പിന്നെ ഉലുവ ഇടുക, കടുക് ഇടുക. ഇത് രണ്ടും നല്ലതായിട്ട് പൊട്ടണം, ടക്ക 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 സൗണ്ട് വരണം. സൗണ്ട് വന്ന് കഴിയുമ്പോൾ ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി നമ്മുടെ വീട്ടിലെയാണ് കേട്ടോ. എനിക്ക് മീൻകറിക്ക് നമ്മുടെ വീട്ടിൽ ഗ്രീൻ ചില്ലി ഇടുന്നത് ഇഷ്ടം. ഇത് എല്ലാം കൂടെ ഇട്ട് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. ജസ്റ്റ് ഒരു ബ്രൗണിഷ് ആകുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ. ബ്രൗണിഷ് ആക്കി കഴിയുമ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ടാവും. ലൈറ്റ് ഫ്രൈ. അത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 3 സ്പൂൺ ഉള്ളി ചില്ലി, കാശ്മീരി ചില്ലി, അതാണ് ഇത്ര കളറ്. കാശ്മീരി ചില്ലും പിന്നെ ചില്ലിയും ടർമറിക് പൗഡർ ഒരു 1/2 സ്പൂണ്, പിന്നെ സാൾട്ട് എത്ര വേണോ അത്രയും സാൾട്ട്. എന്നിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എഗെയിൻ ഫ്രൈ. ദെൻ അത് ബ്രൗണിഷ് കളർ കണ്ടോ, ആ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്യണം. പിന്നെ ഇത് കേരള പുളി, അതായത് കുടംപുളി കഴുകി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അതുകൂടെ അങ്ങ് ഒഴിക്കണം അതിനകത്തോട്ട്. എന്നിട്ട് ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളമോടെ ഒഴിച്ച്, ചൂടാക്കിയ വെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ചൂടായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വെട്ടി തിളയ്ക്കുന്നിടം വരെ വെക്കണം. വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഉണ്ടായിരിക്കണം ഈ സമയത്ത്. എന്നിട്ട് ഫിഷ് ഇട്ട് ഓൾമോസ്റ്റ് 1 to 2 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ റണ്ണ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 1 to 2 മിനിറ്റ്സ് കഴിയുമ്പം നല്ലതായിട്ട് ചൂടായി കഴിയുമ്പം മീൻ്റെ ഉളുമ്പ് ഇറങ്ങത്തില്ല, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് കറി വെക്കുക. എന്നിട്ട് ഇൻ ബിറ്റ്വീൻ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യണം. ഒരു സ്പെഷ്യൽ പൗഡർ ഐ വിൽ പുട്ട് ലാസ്റ്റ്. ഇത് കണ്ടോ, ഇത് ഉലുവയും കടുകൂടെ പൊട്ടിച്ചത്. താങ്ക് യു.